മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരണം 14ആയി. പട്ടാമ്പി സ്വദേശി പ്രവീണാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയുടെ മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി മെഡിക്കൽ കോളേജിൽ നിന്നും അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, എന്താണ് ഇപ്പോൾ പരിക്കേറ്റവരുടെ അവസ്ഥ? മെഡിക്കൽ കോളേജിൽ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. ലിബിഷ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ നമുക്കറിയാം, 2 പേരായിരുന്നു ഇന്നലെ പരിക്കേറ്റ് ഇവിടെ വെന്റിലേറ്ററിൽ ചികിത്സയിലുണ്ടായിരുന്നത്. ഒന്ന് ഈ ലൈസൻസി ആയിട്ടുള്ള സതീശനും ഒപ്പം തന്നെ പാലക്കാട് സ്വദേശിയായ പ്രവീണുമായിരുന്നു. 45കാരനായ പ്രവീണിൻ്റെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് 90% പൊള്ളൽ അദ്ദേഹത്തിന് ഏറ്റിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആന്തരിക രക്തസ്രാവവും ഉണ്ടായിരുന്നു. ഈ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഇന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതോടുകൂടി അനൗദ്യോഗിക കണക്കിൽ 14ആയി ഈ വെടിക്കെട്ടപകടത്തിലെ മരണം മാറി. ഒപ്പം തന്നെ ഔദ്യോഗികമായിട്ട് ഇന്ന് രാവിലെ വരെ 9 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇന്ന് പ്രവീണിൻ്റെ മരണത്തോടുകൂടി അത് 10ആയി മാറിയിരിക്കുകയാണ്. നേരത്തെ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിക്കുകയുണ്ടായിരുന്നു. അതായത് അറിഞ്ഞ മൃതദേഹങ്ങളിൽ 8 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. ഒരാളുടെ ശരീരം DNA പരിശോധന നടത്തി അതിൽ സ്ഥിരീകരണം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. അതിൻ്റെ പരിശോധനാ ഫലം ഇന്ന് നടത്തുകയുണ്ടായി. മറ്റ് 9ഓളം ശരീര അവയവങ്ങളും ഇവിടെ കണ്ടെത്തുകയുണ്ടായി. അതും മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിൻ്റെ DNA പരിശോധന അടക്കം നടത്തുകയുണ്ടായി. അതിൻ്റെ പരിശോധനാ ഫലം 3 ദിവസത്തിനകം ലഭ്യമാക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഇതിനടിസ്ഥാനത്തിലാകും മരിച്ചവരുടെ എണ്ണത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുക. ഇതിനോടൊപ്പം തന്നെ പറയേണ്ട കാര്യം, കളക്ടർ പറയുന്നത് 4 പേരെ ഇപ്പോഴും ഈ ഒരു സംഭവത്തെ തുടർന്ന് കാണാതായിട്ടുണ്ട്. മിസ്സിങ്ങിൻ്റെ കേസിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് വിഷ്ണു, അതുപോലെ തന്നെ അഭിജിത്ത്, കോട്ടപ്പുറം സ്വദേശി ഗിരീഷ്, സുരേഷ്, കാഞ്ഞിരക്കോട് സ്വദേശി സുരേഷ് എന്നിവരാണ്. ഈ 4 പേരെ ഈ സംഭവത്തിന് ശേഷം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരച്ചിലൊന്നും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവരെ മിസ്സിംഗ് കേസിൽ ഉൾപ്പെടുത്തി ഉള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും അവർക്ക് വേണ്ടിയുള്ള പരിശോധനകളും തിരച്ചിലും ഒക്കെ തന്നെ വരുന്ന മണിക്കൂറുകളിലും നടത്തുമെന്ന് തന്നെയാണ് കളക്ടർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതിദാരുണമായ ഈ സംഭവത്തിൽ കണക്ക് പ്രകാരം 14 പേരുടെ മരണം ഇതുവരെ ഉണ്ടായിരിക്കുന്നു. മറ്റ് ശരീരഭാഗങ്ങൾ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. DNA പരിശോധനാ ഫലം വരുന്നതിന് മുറയ്ക്ക് മരണത്തിൻ്റെ മറ്റൊരു കണക്ക് കൂടി പുറത്തു വരും. എന്തായാലും അതിനൊരു 3 ദിവസം കാത്തിരിക്കേണ്ടി വരും. ഇതിനൊപ്പം തന്നെ സംഭവ സ്ഥലത്ത് ഇപ്പോഴും പരിശോധനകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരുന്നു. രാവിലെ മുതൽ തന്നെ നമുക്കറിയാം, കടാവർ ഡോഗുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനയും നടത്തിയിരുന്നു. അവിടുന്ന് ചില ശരീരഭാഗങ്ങൾ കൂടി ഇന്ന് രാവിലെയും കണ്ടെത്തുകയുണ്ടായി. അതുപോലെ തന്നെ പൊട്ടിത്തീരാത്ത മറ്റ് അമിട്ടുകൾ ഉൾപ്പെടെയുള്ളവയും കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും നാടിനെ നടുക്കിയ ഈ ഒരു വലിയ ദുരന്തത്തിൻ്റെ ഇപ്പോഴും അതിൻ്റെ വിങ്ങൽ വിട്ടൊഴിയാത്തൊരവസ്ഥയിലാണ് മുണ്ടത്തിക്കോട് ദേശം. നമ്മൾ നേരത്തെ ആ പ്രദേശത്ത് പോയിരുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ അടക്കം CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്ന ഞെട്ടിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്നതാണ്. അപ്പം വലിയ രീതിയിലൊരു ഭൂകമ്പത്തിന് സമാനമായ വലിയ രീതിയിലുള്ളൊരു അപകടം നടന്നു. അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇപ്പോൾ ഈ മണിക്കൂറിൽ ഏറ്റവും ഒടുവിലായി പ്രവീണിൻ്റെ മരണം കൂടി വരുമ്പോൾ അനൗദ്യോഗികമായി 14 മരണങ്ങൾ കൂടി ഉണ്ടാകുന്നു. അത് വീണ്ടും ഈ ഒരു മരണസംഖ്യ കൂടുമെന്നുള്ളൊരു ആശങ്കയിലാണ് ഇപ്പോഴും നാടും അതുപോലെ തന്നെ ബന്ധുക്കളടക്കമുള്ളവരും. അവരുടെ ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അവരുടെ ചികിത്സ അടിയന്തരമായി നടത്തേണ്ട കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ ഏകോപിപ്പിച്ച് നടത്തുന്നുണ്ട്. പ്രത്യേക മെഡിക്കൽ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകമായ ചികിത്സ നടത്തുന്നുണ്ട്. ഇപ്പോൾ നിരവധി നേതാക്കൾ, നേരത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ളവർ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെയൊക്കെ സന്ദർശിച്ച് മടങ്ങിയുണ്ടായി. അപ്പോൾ അദ്ദേഹവും ഈ ഒരു അപകടത്തിൻ്റെ നടുക്കം രേഖപ്പെടുത്തി. ഇനി ഒരു തരത്തിലും ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടാകരുത് എന്ന തരത്തിലേക്ക് വലിയ രീതിയിലുള്ള നടുക്കം രേഖപ്പെടുത്തി അദ്ദേഹം ഇപ്പോൾ സംഭവ സ്ഥലത്തും സന്ദർശിക്കാൻ പോവുകയാണ്. ഇനി അല്പസമയത്തിനകം മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി കൂടി ഇപ്പോൾ ഈ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കും. അപ്പം വലിയ രീതിയിൽ, അതായത് ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ നടുക്കിയ വലിയ രീതിയിലുള്ളൊരു അപകടത്തിൻ്റെ ഞെട്ടൽ ഇപ്പോഴും ഈ ഒരു നാടിൽ നിന്നും വിട്ടൊഴിഞ്ഞിട്ടില്ല. അതിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രദേശവാസികളടക്കമുള്ളവർ. ലിബീഷ്.